എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളോട് പറയാൻ പോകുന്നത് എന്താണ് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി, നമുക്കത് അവൈൽ ചെയ്യാൻ എന്തൊക്കെ വേണം, എന്താണ് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ സാധാരണ എന്താണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്, നിങ്ങളൊരു ഫ്രീക്വൻറ്റ് ഫ്ലയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫ്ലൈറ്റിൽ വേറെ സ്ഥലത്തേക്ക് പോകാറുണ്ട്, വേറൊരു സ്റ്റേറ്റിലേക്ക് വേറൊരു കൺട്രിയിലേക്ക് പോകാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റിയുള്ള ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയൊരു നിരക്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിനുള്ളിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇതാണ് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാലുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുക, അതായത് നിങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ ഫ്രം കൊച്ചിയിൽ നിന്ന് നിങ്ങൾ ഡൽഹിക്കോ അങ്ങനെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമാണ് രാവിലെ ഒരു 8 മണി. അപ്പോൾ കുറച്ച് ദൂരമാണ്, നിങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് വിശപ്പുണ്ടായിരുന്നു വരില്ല. അപ്പോൾ എനിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് എനിക്ക് അവസാനത്തെ ദിവസം ഒന്നും വിശപ്പേ ഉണ്ടാവില്ല. പക്ഷേ എയർപോർട്ടിൻ്റെ അങ്ങോട്ട് കാലട് കുത്തിയാൽ പിന്നെ അവിടെ വിശപ്പ് തുടങ്ങി. അപ്പോൾ എന്താ പ്രശ്നം, നമുക്കൊരു കോഫി ഒരു ബർഗറൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ ഒരു 1000 രൂപയും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിൽ ഈ എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ICICI കാർഡാണ് ചോദിക്കുക, ഒരു ക്രെഡിറ്റ് കാർഡാണ്, അതിൽ ഈ ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഞാനത് അവിടെ ലോഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 രൂപയ്ക്ക് എനിക്ക് അവിടെ നിന്ന് നല്ല വിഭവസമൃദ്ധമായിട്ടൊരു ഭക്ഷണം തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു ആക്സിസ് കാർഡാണ്, ആക്സിസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 റുപ്പീസാണ് അതിൻ്റെ ഫീസ്. ICICI കാർഡിന് വെറും 2 രൂപയുള്ളൂ. അങ്ങനെ പല കാർഡുകളും, ചിലപ്പോൾ അമെക്സ് കാർഡിന് വേറെ ആയിരിക്കാം, HDFCക്ക് വേറെയാണ്, ICICI ആക്സിസ്, അങ്ങനെ പക്ഷേ വളരെ ചെറിയൊരു തുകയാണ്. അത് ബിലോ 100 അല്ലെങ്കിൽ ബിലോ 50 ആണ് എല്ലാ കാർഡ്സും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ കാർഡിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇത് അറിയാനായിട്ട് ഏറ്റവും നല്ലൊരു പരിപാടി എന്താ, നേരെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആരാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ കമ്പനി വിളിക്കുക. ഇപ്പോൾ ICICIയുടെ കാർഡാണെങ്കിൽ വിളിച്ചിട്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ള കാർഡ്, ഇതിൽ ഇങ്ങനൊരു ഫെസിലിറ്റി അവൈലബിൾ ആണെന്ന് ചോദിക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഡ്രീം ഫോക്സിൻ്റെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യാം. അത് എൻ്റെ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവരെ വിളിച്ചു ചോദിച്ചു, അല്ലെങ്കിൽ ഡ്രീം ഫോക്സ് സെർച്ച് ചെയ്തു, നമ്മുടെ കാർഡിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നേരെ, അത് പല എയർപോർട്ടുകളിലും ഉണ്ട്, ചെറിയ എയർപോർട്ട് ചിലതുണ്ടാവില്ല, പക്ഷേ കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, ഗുവാഹട്ടി, അങ്ങനെ ഒരുവിധം മേജർ എയർപോർട്ട്സിലൊക്കെ ഇതിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡ്രീം ഫോക്സിൻ്റെ സൈറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഏതൊക്കെയാണ് നിങ്ങളുടെ കാർഡ് എവിടേക്കാണ് അവൈലബിൾ, ഏതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പോയി, നമ്മൾ ചെക്കിന് കഴിഞ്ഞ് ബോർഡിംഗ് പാസും കൊണ്ട് നേരെ ലോഞ്ചിൽ പോകുന്നു. അവിടെ എൻട്രിയിൽ തന്നെ ആളുകൾ നിൽക്കുന്നുണ്ടാവും. ഒരു കാർഡ് കൊടുത്ത് അവർ ചെക്ക് ചെയ്യുന്നത് ഇത് എലിജിബിൾ ആണോ. എലിജിബിൾ ആണെങ്കിൽ അവർ ICICI കാർഡാണെങ്കിൽ ജസ്റ്റ് അതിന് സ്വൈപ്പ് ചെയ്ത് നമ്മൾ 2 രൂപ നമ്മുടെ 2 രൂപ കട്ടാവും, നമ്മളകത്ത് പോകുന്നു. അവിടെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, അത് നല്ലൊരു അത്യാവശ്യം ഒരു സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരിക്കും അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അവിടെ ഒരു 5-6 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും, ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസ്, ടീ, കോഫി, ബീവറേജസ്, അങ്ങനെ സാധനങ്ങൾ. ലഞ്ചാണെങ്കിലും നോൺ വെജ് എല്ലാം പല ഫ്രൂട്ട്സ് അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഡിന്നർ ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് അവിടെ സുഖമായിട്ട് ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് നല്ലവണ്ണം തട്ടി കഴിഞ്ഞാൽ റെസ്റ്റൊക്കെ എടുക്കാം, അവിടെ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങാം, TV കാണാം, നല്ല വൃത്തിയും വെടുപ്പുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഷ്റൂം യൂസ് ചെയ്യാം. നമുക്ക് അധികം സമയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകുകയാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ പോയിട്ട് ഒരു 6 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കണമെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ കാർഡുണ്ടെങ്കിൽ അവിടെ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ ലഞ്ച് ഡിന്നർ എന്താ കഴിച്ച് റെസ്റ്റ് എടുത്ത് ആ സമയമാകുമ്പോൾ നമുക്ക് നേരെ ഗേറ്റിലേക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാ കാർഡിനും ഇതില്ല. എന്താ കാരണം, ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ചില കാർഡുകൾക്ക് മാത്രമാണ് ഈ ഫെസിലിറ്റി കൊടുക്കുന്നുള്ളൂ. ഇതെന്തൊക്കെ കൊടുക്കണം, ഈ 2 രൂപയ്ക്കും 20 രൂപയ്ക്ക് ഭക്ഷണം നമുക്ക് വരുന്നുണ്ട്, അവർക്ക് എന്തോ ഉപകാരം, അവർ നമ്മുടെ സ്പെൻഡിങ് നേച്ചർ കൂട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ സ്പെൻഡിങ്ങിൻ്റെ ആ ഒരു അളവ് കൂട്ടി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെ ആളുകൾ വന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്ത് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു കോംപ്ലിമെൻ്ററി പോലെയാണ് നമുക്ക് ഇങ്ങനെ തരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസ് മാറി കുറച്ച് നാളായിട്ട്. അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്കൊരു കാർഡ് ഞാൻ എടുത്തു, അത് ICICI കാർഡ് എടുത്തു ഞാൻ, അതിൽ എനിക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് എവിടെ പോയാലും ക്വാർട്ടറിൽ എനിക്ക് വരണുണ്ട്, അല്ലെങ്കിൽ 2 ഉണ്ടെങ്കിൽ ആ ക്വാർട്ടറിൽ പോയിട്ട് ആ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതൊരു ക്വാർട്ടറാണ്. ആ ക്വാർട്ടറിൽ എനിക്ക് എൻ്റെ കാർഡിൽ ഒരു ലോഞ്ച് ഫെസിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ലോഞ്ചിൽ ഇത് കാർഡ് കാണിക്കുന്നു, ഞാൻ കയറി ഭക്ഷണം കഴിക്കുന്നു, പോരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്വാർട്ടറിൽ ഒരു പ്രത്യേകിച്ചൊരു എമൗണ്ട്, അതുപോലെ പല കാർഡ് കമ്പനികൾക്കും പലതാണ്. ICICI ആണെങ്കിൽ അത് 35,000 ആണ്, ആക്സിസ് ആണെങ്കിൽ 50,000 ആണ്, HDFC ആണെങ്കിൽ വേറെയാണ്. അങ്ങനെ ഈ പ്രീവിയസ് ക്വാർട്ടറിൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതൊരു ക്വാർട്ടറാണ്. ആ ക്വാർട്ടറിൽ എൻ്റെ കയ്യിൽ ICICI കാർഡായതുകൊണ്ട് ആ സമയത്ത് ഞാൻ 35,000 കൂടുതലാണ് അതിൽ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് എനിക്ക് നെക്സ്റ്റ് ക്വാർട്ടറിലെ ഈ ലോഞ്ച് ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ അതിന് 35,000 കുറവാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോഞ്ച് ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ചില ആളുകളുടെ കയ്യിൽ പല കാർഡുകളുണ്ടാവും, പക്ഷേ അവർ ഫ്രീക്വൻറ്റ് ഫ്ലയറും ആയിരിക്കും. അപ്പോൾ എന്താ നമ്മുടെ സ്പെൻഡ് ഡിവൈഡ് ചെയ്ത് പോകും. അതിന് പകരമായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ആ ക്വാർട്ടറിൽ സെയിം കാർഡിന് അടുത്ത ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഒരു ജേർണി നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ക്വാർട്ടറിൽ തന്നെ മാക്സിമം സ്പെൻഡ് ഈ കാർഡിൽ തന്നെ ചെയ്തിട്ട് അത് അവൈലബിൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് പല കമ്പനികളും പല കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക ഏതാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ICC കാർഡായിരിക്കും കൂടുതൽ, അതായത് 35,000 മാസം സ്പെൻഡ് ചെയ്താൽ മതി. ആക്സിസ് ആണെങ്കിൽ 50,000 സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ചിട്ട് നമ്മൾ കാർഡുകൾ എടുക്കാനായിട്ട്. എന്തുകൊണ്ട് അവരിങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സ് ഇങ്ങനെ പുതിയ ലിമിറ്റേഷൻ കൊണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും? അതായത് കൂടുതൽ ആളുകൾ ക്രെഡിറ്റ് കാർഡ് വന്നു, ഡെബിറ്റ് കാർഡ് വന്നു, വലിയ ലോൺ ഫെസിലിറ്റി ഉണ്ട്, എല്ലാവരും ഇടിച്ച് കയറുന്നു, റഷ് ആവണു, പല ആൾക്കും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോൾ മാത്രമല്ല 2022 സർവേ നടത്തി ഈ ഡ്രീം ഫോക്സ്. അതിൽ പറയുന്നത് ഏകദേശം ഒരു 55 മില്യൺ ആൾക്കാരാണ് ഇന്ത്യയിൽ ഈ ഫെസിലിറ്റി അവൈൽ ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പർ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കാർഡ് ഇഷ്യൂറിനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രീം ഫോക്സിൻ്റെ സൈറ്റിൽ പോയിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വേണം എയർപോർട്ട് ലോഞ്ചിൽ പോകാനായിട്ട്. അത് ലാസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ അഥവാ എയർപോർട്ട് ലോഞ്ചിൽ പോകുകയാണെങ്കിൽ അവിടെ റിസപ്ഷനിൽ സ്റ്റാഫ് ഉണ്ടാവും, അവിടെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് നോർമൽ കാർഡാണെങ്കിൽ അതിന് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ഇല്ലെങ്കിൽ അതിന് 2,000 rupees അവർ ചാർജ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എൻട്രി ആവാനായിട്ട്. എങ്ങനെയാണ് ഡ്രീം ഫോക്സിൽ നമ്മുടെ കാർഡ് ആഡ് ചെയ്യുന്നതും അതിൽ ഫെസിലിറ്റി ഉണ്ടോ സെർച്ച് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു സൈറ്റിൽ www.webAccess.dreamfox.in പോയി അതിൻ്റെ സൈറ്റിൽ ചെല്ലുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോൾ ഉണ്ടാവും. അതിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രീം ഫോക്സ് ഒരു 6 ഡിജിറ്റ് OTP അയച്ചു തരും. അപ്പോൾ നമ്മളത് ആ സ്പെസിഫൈഡ് പ്ലേസിൽ നമ്മളത് സബ്മിറ്റ് ചെയ്യുക. ആ OTP നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രീം ഫോക്സിൻ്റെ ഫസ്റ്റ് പേജിൽ പോകും. അപ്പോൾ നമുക്കവിടെ പുതിയൊരു എൻട്രി ചെയ്തുകൊണ്ട് ആഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ആഡ് കാർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ്, കാർഡ് നമ്പർ, എക്സ്പയറി ഡീറ്റെയിൽസ്, CVV, പിന്നെ നെയിം ഓൺ കാർഡ്, പിന്നെ അവിടെ 2 ചെക്ക് ബോക്സ് ഉണ്ടാവും. അത് രണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാർഡ് ഈ ഡ്രീം ഫോക്സ് ആയിട്ട് രജിസ്റ്റേർഡ് ആയി. ഇനി നമുക്ക് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പേജ് വരുമ്പോൾ നമ്മൾ കാർഡ്സ് എന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ഏതാണ് കാർഡ് ആഡ് ആയിട്ടുള്ളത് ആ കാർഡ് അവിടെ കാണും. എത്ര കാർഡുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നമ്മളുടെ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് റെയിൽവേസ് ലോഞ്ച് ആൻഡ് ഡൊമസ്റ്റിക് ലോഞ്ച്. അതിൽ റെയിൽവേ ലോഞ്ച് ഫെസിലിറ്റി ഉള്ള കാർഡുകൾക്ക് അതും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലോഞ്ച് നമ്മൾ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഏതൊക്കെ ഡൊമസ്റ്റിക് എയർപോർട്ടുകളാണ് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി വെച്ചിട്ട് നമുക്ക് ഈ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പറ്റും. അതിൻ്റെ ലിസ്റ്റ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ നമുക്ക് ഇതുണ്ടാവും ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ, ചണ്ഡീഗഡ്, പൂനെ, അങ്ങനെ എല്ലാ എയർപോർട്ടുകളും ഇതിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ ഏത് എയർപോർട്ടിനാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ ഈ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ ആക്സസ് നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആഡ് ചെയ്ത് കൊടുത്തുള്ള കാർഡ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കാർഡിൽ നമ്മൾ എലിജിബിൾ ആണെന്ന് കാണിക്കും. ഇത് കണ്ടോ, ഇതിൽ കോംപ്ലിമെൻ്ററി 2 ആക്സസ് പെർ ക്വാർട്ടർ എന്നാണ് കാണിക്കുന്നത്. അത് എനിക്ക് 2 ആക്സസ് ഉണ്ട് ഈ ക്വാർട്ടറിൽ, ബാലൻസ് ആണ്. അപ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നിന്ന് മൈനസ് ആയിക്കൊണ്ടെങ്കിൽ ലാസ്റ്റ് ഇവിടെ 0 ആവും. പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മളത് പ്രൊസീഡിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഈ ലോഞ്ചിൻ ഡീറ്റെയിൽസ് പോകും. ആക്സസ് നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒന്നുകിൽ അവിടുത്തെ ഒരു QR കോഡ് സ്കാൻ ചെയ്തു അല്ലെങ്കിൽ അവിടുത്തെ കോഡ് ആഡ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. താങ്ക് യു.